السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൽമ് പഠിപ്പിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലുള്ള ഈ ജീവിതത്തെ നമുക്ക് വെച്ചത് വളരെ പരിമിതമായ ഒരു കാലഘട്ടമാണ്, വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം. കുറച്ച് നാള് മാത്രം. അള്ളാഹു ഈ ലോകത്തിന്റെ അവസാനത്തെ, ഈ ലോകത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നഹും യറൗനഹു ബഈദ, മനുഷ്യർ അതിനെ കാണുന്നത് വിദൂരമായിട്ടാണ്. എവിടെയോ സംഭവിക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങ് ദൂരെ എപ്പോഴോ സംഭവിക്കാനുള്ള ഒരു സംഭവമായിട്ടാണ് മനുഷ്യർ അതിനെ കാണുന്നത്. ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, നാം അതിനെ വളരെ അടുത്തായിട്ടാണ് കാണുന്നത്. അല്ലാഹു പറയാണ്, നാം അതിനെ വളരെ അടുത്തായിട്ടാണ് കാണുന്നത്. ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിലുള്ള ജീവിതം വളരെ താൽക്കാലികമാണ്, വളരെ താൽക്കാലികമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തോളിൽ തട്ടിക്കൊണ്ട് ഉപദേശിക്കുന്നതായിട്ട് കാണാം. യാ ഗുലാം, മോനെ, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, മോനെ, നീ ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ ഒരു യാത്രക്കാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെയോ നീ ആവുക. ഒരു യാത്രക്കാരൻ, എവിടുന്നോ യാത്ര ചെയ്ത് വന്ന ഒരാൾ, എന്തെങ്കിലും ഒരു ആവശ്യാർത്ഥം വന്ന ഒരാൾ, ആ ആവശ്യം പൂർത്തീകരിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചവന്റെ വീട്ടിലേക്ക്, അവന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വെമ്പൽ കൊള്ളും അവൻ. കാരണം അവന്റെ നാട്, അവന്റെ വീട്, അവന്റെ വീട്ടുകാർ എല്ലാവരും അവിടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു പോകാൻ ഒരുങ്ങും. അവൻ എത്തിപ്പെട്ട നാട്ടിൽ സ്ഥിരതാമസമാക്കാനോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പണിയെടുക്കാനോ അവൻ ഒരുങ്ങില്ല. നീ ഒരു യാത്രക്കാരനെ പോലെയാവുക, അല്ല എങ്കിൽ നീ ഒരു വിദേശിയെ പോലെയാവുക. ഒരു വിദേശി മറ്റൊരു നാട്ടിലേക്ക് ജോലിയാർത്ഥം പോയാൽ അവന്റെ ജോലി അല്ലെങ്കിൽ അവന്റെ താൽക്കാലികമായ ആ ഒരു കാലഘട്ടം അവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അവൻ ജീവിക്കാൻ തയ്യാറാകും. പ്രിയപ്പെട്ടവരെ, ഭൂമി, ഈ ദുനിയാവ് നമുക്കത്രയേ ഉള്ളൂ. ഈ ദുനിയാവ് നമുക്കത്രയേ ഉള്ളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇദാ അംസൈത, നീ പ്രദോഷത്തിലായാൽ, വൈകുന്നേരമായാൽ, ഫലാ തൻതളിരി സ്വബാഹ,
പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കരുത്. രാവിലെ ഞാൻ എഴുന്നേൽക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ഉണ്ടാകും എന്നതിനെ നീ പ്രതീക്ഷിക്കരുത്. നീ പ്രഭാതത്തിലായാൽ, രാവിലെ എഴുന്നേറ്റു, റാഹത്തായിട്ട് എഴുന്നേറ്റു, ഫലാ തൻതളിരിൽ മസാഅ, വൈകുന്നേരത്തെ നീ പ്രതീക്ഷിക്കരുത്. ആ രൂപത്തിൽ വേണം പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിനെ നമ്മൾ കാണാൻ. ഈ ദുനിയാവിൽ അള്ളാഹു ഈ കാണുന്ന സംവിധാനങ്ങളെ എല്ലാം നിർണയിച്ച് നമ്മളെ അയച്ചതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് വിഷയമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നാളത്തേക്ക് വേണ്ടി ഒരുങ്ങുക, നാളേക്ക് വേണ്ടി ഒരുങ്ങുക. നമുക്കൊരു നാളെയുണ്ട്, ആ നാളേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക. ഖുർആൻ പറഞ്ഞതാണ് ആ നാളെയെക്കുറിച്ച്. ഖുർആൻ എന്താ പറഞ്ഞ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻളുർ നഫ്സുൻ മാ ഖദ്ദമത്, നാളെ, ഗദ്, നാളെ. അല്ലാഹ് പറയാണ് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹുവിനെ സൂക്ഷിച്ച്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻളുർ നഫ്സുൻ, ഓരോ നഫ്സും, ഓരോ മനുഷ്യനും ഒന്ന് ചിന്തിക്കട്ടെ, ഓരോ മനുഷ്യനും ഒന്ന് ചിന്തിക്കട്ടെ, മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി അവൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അവൻ ചിന്തിക്കട്ടെ. വലിയൊരു ചിന്തയാണിത്. നാളെയുടെ ജീവിതത്തിലേക്ക് വേണ്ടി ഒരുങ്ങുക. അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മരണമാകുന്ന ആ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ മരണമാകുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നോറും ആ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറാവുക. ഖബറാകുന്ന ഭയാനകമായ ആ ഒരു കാലഘട്ടം, ആ ഒരു ജീവിതം, ബർസഖിന്റെ ജീവിതം, ആ ജീവിതത്തിന് മുമ്പ് അതിനുവേണ്ടി തയ്യാറാവുക. പരലോകമാകുന്ന, മഹ്ശറയാകുന്ന ആ ഒരു വിചാരണ ദിവസം, ആ വിചാരണ സമയം, അതെത്തുന്നതിന് മുൻപ് അതിലേക്ക് വേണ്ടി തയ്യാറാവുക. ഇതാണ് യഥാർത്ഥ തയ്യാറെടുപ്പ്. നമ്മളൊരു യാത്രക്ക് പുറപ്പെടുമ്പോൾ നമ്മൾ തയ്യാറെടുക്കുന്നവരാണ്. പല രൂപത്തിൽ തയ്യാറെടുപ്പുകൾ നടക്കി ശീലിച്ചവരാണ് നമ്മൾ. സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി, അതിലൊരു തയ്യാറെടുപ്പുണ്ട്. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാവരുത്, അതുകൊണ്ട് എൻ്റെ ബുക്കുകൾ, എൻ്റെ പേന, എൻ്റെ പെൻസിൽ, അതേപോലുള്ള എല്ലാം ഓരോ പീരീഡിനനുസരിച്ച് അവൻ തർത്തീബ് ചെയ്ത് ബാഗിൽ തലേന്ന് രാത്രി തന്നെ സെറ്റ് ചെയ്ത് അവൻ കിടന്നുറങ്ങുള്ളൂ. കാരണം നാളെ സ്കൂളിലേക്ക് നേരത്തെ പോകേണ്ടതാണ്. റെഡി ആയിട്ടില്ല എങ്കിൽ, സ്കൂളിൽ എത്തിയിട്ട് ബാഗ് തുറക്കുമ്പോൾ അവിടെ എനിക്ക് ആവശ്യമുള്ളത് കണ്ടിട്ടില്ല എങ്കിൽ പ്രയാസമാണ് എന്ന ബോധ്യമുള്ളൊരു കുട്ടി അവൻ തയ്യാറെടുക്കും. ഒരു യാത്രക്ക് പോകുന്ന ഒരാൾ, ദൂരയാത്രയാണ്, അവന്റെ യാത്രയെക്കുറിച്ചും ആ യാത്രയിൽ അവൻ പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും നേരിടാവുന്ന തടസ്സങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ബോധ്യമുള്ള ഒരുത്തൻ അവൻ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അവൻ തയ്യാറെടുക്കും. യാത്രയിൽ എവിടെയും പ്രയാസങ്ങൾ ഉണ്ടാവരുത്. സാമ്പത്തികമായ അവന്റെ ഭദ്രത അവൻ ഉറപ്പുവരുത്തും. അവൻ ആവശ്യമായ വസ്തുവകകളെ അവൻ അവന്റെ കൂടെ കരുതും. കാരണം ഞാൻ ഇന്നടത്തേക്കാണ് യാത്ര പോകുന്നത്, ഇന്ന സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ആവശ്യമാണ്, ഇന്നൊക്കെ സാധനങ്ങൾ എൻ്റെ യാത്രയിൽ എനിക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി പോകും എന്ന ബോധ്യത്തിൽ അവൻ അതിന് തയ്യാറാകും. അൽ ഇസ്തിഅദാദ്, റെഡിയാവൽ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ബോധ്യമുള്ള നാം, ഒരു മരണമുണ്ട് എന്ന് ബോധ്യമുള്ള നാം, ഒരു മഹ്ശറയുണ്ട് എന്ന് ബോധ്യമുള്ള നാം, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി എന്ന് ബോധ്യമുള്ള നാം തയ്യാറായോ നാളെ ആഖിറത്തിലേക്ക് വേണ്ടി? ഓരോരുത്തരും അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അള്ളാഹു ചോദിച്ചത് നാളത്തേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ, ഓരോരുത്തരും ആലോചിക്കട്ടെ.
ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാ. ഫുളൈൽ ബിൻ ഇയാദ് ഒരു വ്യക്തിയെ കാണുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് 60 വയസ്സായി. എനിക്ക് 60 വയസ്സായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 60 വർഷമായിട്ട് നീ അള്ളാഹുവിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 60 വർഷം ജനിച്ചത് മുതൽ നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങി. ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ല അദ്ദേഹം ആ വ്യക്തിയോട് പറയാണ്, 60 വർഷമായിട്ട് നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിലേക്ക്. ആ യാത്ര എവിടെ നിന്ന് എത്തി നിൽക്കുന്നു? 60ാമത്തെ വർഷം എത്തി നിൽക്കുകയാണ്. ആ വ്യക്തി ആ സമയത്ത് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നർത്ഥത്തിൽ. അദ്ദേഹം ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ല ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, നീ ഈ പറഞ്ഞ വാക്ക് എന്താണ്, അതിനെക്കുറിച്ച് നീ മനസ്സിലാക്കിയത്? നമ്മളെല്ലാവരും പറയുന്നതാണ്, എല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വ്യക്തി അത് പറഞ്ഞപ്പോൾ ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇത് മനസ്സിലാക്കിയത്, ഈ വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ? ആ സമയത്ത് ആ വ്യക്തി പറഞ്ഞു, ഫസ്സിർ ലനാ യാ അബാ അലി. അബു അലി അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്താണ്. നമുക്ക് പറഞ്ഞതാ എന്താണ് ആ വാക്കിന്റെ പൊരുൾ, എന്താണ് ആ പറയുന്നതിന്റെ പൊരുൾ. അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ അന ലില്ലാഹി അബ്ദുൻ, ഞാൻ എൻ്റെ അള്ളാഹുവിൻ്റെ അടിമയാണ്. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞാൽ അന അബ്ദുൻ ലില്ലാഹ്, ഞാൻ അള്ളാഹുവിനുള്ള അടിമയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. وإنا إليه راجعون وإليه راجعون وأنا وإليه راجعون, ഞാൻ അവനിലേക്ക് മടങ്ങിച്ചെല്ലേണ്ട ഒരു അടിമയാണ്. ഞാനിവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ച് രസിച്ച് അങ്ങനെ തകർത്ത് ജീവിക്കേണ്ട ഒരുത്തനല്ല, ഞാൻ അവനിലേക്ക് മടങ്ങിപ്പോവേണ്ട ഒരുത്തനാണ്. ആ സമയത്ത് ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ല പറയുകയാണ്, ആരെങ്കിലും ഫമൻ ആലിമ, ആരെങ്കിലും മനസ്സിലാക്കിയാൽ അന്നഹു ഇലൈഹി റാജിഉൻ, അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരുത്തനാണ് എന്നാരെങ്കിലും മനസ്സിലാക്കിയാൽ ഫൽയഅലം, അവൻ അറിയട്ടെ, അവൻ മനസ്സിലാക്കട്ടെ, അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഫഹുവ മൗഖൂഫുൻ, അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ നിൽക്കേണ്ടവനാണ് എന്നവൻ മനസ്സിലാക്കട്ടെ. കാരണം മടങ്ങേണ്ടവനാണ് എന്ന് മനസ്സിലാക്കിയ ഒരുത്തൻ, ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവനാണ് എന്ന് മനസ്സിലാക്കിയ ഒരുത്തൻ മനസ്സിലാക്കട്ടെ, അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. ഫമൻ ആലിമ, ഇനി ആരെങ്കിലും മനസ്സിലാക്കിയാൽ അന്നഹു മൗഖൂഫുൻ അമാമ അല്ലാഹ്, അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ നിൽക്കേണ്ടവനാണെന്നൊരുത്തൻ മനസ്സിലാക്കിയാൽ ഫൽയഅലം, അവൻ അറിയട്ടെ, അവൻ മനസ്സിലാക്കട്ടെ, ഫഹുവ മസ്ഊലുൻ, അവൻ ചോദ്യം ചെയ്യപ്പെടുന്നവനാണ് എന്ന്. അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമെന്ന് അവൻ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്നവൻ അറിഞ്ഞു കഴിഞ്ഞാൽ, അവൻ മനസ്സിലാക്കട്ടെ, അവൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന്, അള്ളാഹു ചോദ്യങ്ങൾ ചോദിക്കുമെന്ന്. അതുകൊണ്ട് ഇതൊക്കെ ബോധ്യപ്പെട്ട ഒരാൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് വേണ്ടി തയ്യാറാവട്ടെ എന്ന് ആ വ്യക്തിയോട് ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തയ്യാറാവേണ്ടതുണ്ട്. നാളെ ആഖിറത്തിലേക്ക് വേണ്ടി. ജീവിതം താൽക്കാലികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു, വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദ് ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്. അല്ലാഹു ദുനിയാവിനെ ഉപമിക്കുകയാണ്. നിങ്ങൾ ആസ്വദിക്കുന്ന, നിങ്ങളുടെ എല്ലാമായി കാണുന്ന, നിങ്ങൾ സ്വരുക്കൂട്ടാനും ഒരുക്കി വെക്കാനും അല്ലെങ്കിൽ നിങ്ങൾ അത്യാഡംബരമായിട്ട് സൗകര്യമായിട്ട് നിങ്ങൾ അവരിലേക്ക് അല്ലെ ഓരോരുത്തരും അവരിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഈ ദുനിയാവ്, മോഹിക്കുന്ന ദുനിയാവ്, ആഗ്രഹിക്കുന്ന ഈ ദുനിയാവ്, ആ ദുനിയാവിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്,
വദ്രിബ് ലഹും, നബിയെ അവർക്ക് വിവരിച്ചു കൊടുക്കും, നബിയെ അവർക്ക് ഉപമ പറഞ്ഞു കൊടുക്കും നബിയെ ഈ ദുനിയാവിനെ കുറിച്ച്. മസലുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ഉപമ എന്നുള്ളത് കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് പെയ്യുന്ന ഒരു മഴ പോലെ. എന്താണ് ആ മഴ ചെയ്യുന്നത്? ആ മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ, ആ മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങിക്കഴിഞ്ഞാൽ ഭൂമിയിൽ ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ഭൂമിയിൽ പച്ചപ്പുകൾ മുളച്ചു പൊങ്ങും. ഭൂമിയിൽ പച്ചപ്പുകൾ മുളച്ചു പൊങ്ങും. മനുഷ്യനെ കൊതിപ്പിക്കുന്ന, ആസ്വദിപ്പിക്കുന്ന രൂപത്തിൽ ഭൂമി നിറയെ പച്ചപ്പുള്ളതായി മാറും. എന്നിട്ട് അള്ളാഹു പറയാണ്, എന്നിട്ട് എന്താ സംഭവിക്കുക? ഭയങ്കര രസമായിട്ട് മനുഷ്യന്റെ കണ്ണിൽ ആ പച്ചപ്പുകൾ ഇങ്ങനെ മുളച്ചു പൊന്തും ഈ മഴ കാരണത്താൽ. ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്, കുറച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉണങ്ങി കരിഞ്ഞ് കരിയായി മാറും. ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്, കാറ്റ് അതിനെയൊക്കെ പാറ്റിക്കളയും. കാറ്റതിനെയൊക്കെ പാറ്റിക്കളയും, ഒന്നുമല്ലാതെയാകും. അങ്ങനെ ഒരു പച്ചപ്പുള്ള സ്ഥലമായിരുന്നു എന്ന് പോലും നമുക്ക് തോന്നാത്ത രൂപത്തിലായി മാറും. അതാണ് ദുനിയാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുന്യാ മൽഊന, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. വമൽഊനും മാ ഫീഹാ, ദുനിയാവിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റല്ലാഹി വമാ വാലാഹ്, അല്ലാഹുവിന്റെ ദിക്റും അള്ളാഹുവിന്റെ ദിക്റുമായി ബന്ധപ്പെട്ടതും ഒഴികെ. ഔ ആലിം ഔ മുതഅല്ലിം, ഇൽമ് പഠിക്കുന്നവനും ഇൽമ് പഠിപ്പിക്കുന്നവനും ഒഴികെ. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു എങ്ങാനും ഈ ദുനിയാവിന് വില നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു കൊതുകിന്റെ ചിറങ്ങിന്റെ അത്രയെങ്കിലും വില ഈ ദുനിയാവിന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, മാ സഖാ കാഫിറും മിൻഹാ ഖത്റത്തുൻ അബദാ, ഒരു കാഫിറും തന്നെ ഈ ഭൂമിയിൽ ഒരു തുള്ളി വെള്ളം കുടിക്കുമായിരുന്നില്ല. അള്ളാന്റെ ഭൂമിയിൽ, അള്ളാഹ് വില കൊടുത്ത ഭൂമിയിൽ അള്ളാഹ് കൊടുത്തിട്ടില്ല. ഈ ദുനിയാവിന്റെ ജീവിതത്തിന് അള്ളാഹു ആ രൂപത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഈ ദുനിയാവിന്റെ ഹഖാറത്ത്, ഈ ദുനിയാവ് എത്ര നിസ്സാരമാണ്, എത്ര താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്കാണ്, ഹൃദയത്തിൽ ഈ ദുനിയാവിന്റെ താൽക്കാലികമായ അവസ്ഥയെ ഹൃദയത്തെ ബോധ്യപ്പെടുത്തിയ ഒരാൾക്കാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ രൂപത്തിൽ നാളെ ആഖിറത്തിലേക്ക് വേണ്ടി പണിയെടുക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആഖിറത്തിലേക്ക് വേണ്ടി പണിയെടുക്കാൻ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ദുനിയാവിന്റെ നിസ്സാരതയെ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. ഈ ദുനിയാവിന്റെ നിസ്സാരത മനസ്സിനെ ബോധ്യപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അമൽ ചെയ്യാൻ സഹാബാക്കൾ ധൃതി കാണിച്ചു. അള്ളാഹുവിന്റെ റസൂല് എന്തെങ്കിലും ഒരു അമൽ പഠിപ്പിച്ചാൽ പെട്ടെന്നത് ചെയ്യണം എന്നിടത്തേക്ക് സഹാബാക്കൾ എത്തി. എപ്പോ? അവർക്ക് ഈ ദുനിയാവ് താൽക്കാലികമാണെന്നും നാളെ ആഖിറമാണ് വിജയത്തിന്റെ വഴിയെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഈ ദുനിയാവിലുള്ള സ്വത്തുക്കളും ഈ ദുനിയാവിലുള്ള സൗകര്യങ്ങളും താൽക്കാലികമാണെന്ന് അവരുടെ ഹൃദയത്തെ അവര് പഠിപ്പിച്ചപ്പോൾ നാളെ ആഖിറത്തിലേക്ക് വേണ്ടി പണിയെടുക്കൽ അവർക്ക് എളുപ്പമായി. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു റോമിൽ നിന്നും മക്കയിലേക്ക് എത്തി. അന്ന് മക്ക കച്ചവടക്കാരുടെ കച്ചവട സാമ്രാജ്യമാണ്. സിറിയയിൽ നിന്നും, മിസ്രിൽ നിന്നും, ഇറാഖിൽ നിന്നും, ഇറാനിൽ നിന്നും, റോമിൽ നിന്നും ആളുകൾ വന്ന് കച്ചവടം ചെയ്യുന്ന ഒരു നാടാണ് മക്ക. റോമിൽ നിന്ന് സുഹൈബ് എന്ന് പറയുന്ന ഒരു വ്യക്തി മക്കയിലെത്തി കച്ചവടം ചെയ്തു പൊടിപൊടിച്ചു, വലിയ കച്ചവടക്കാരനായി ഒരുപാട് സമ്പാദിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുകയും ഹിജ്റയുടെ സമയമെത്തിയപ്പോൾ സഹാബാക്കളെല്ലാം മദീനയിലേക്ക് ഹിജ്റ വന്നു തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്കയിൽ നിന്നും ഹിജ്റ ചെയ്ത് ഖുബൈലെത്തി. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന് റസൂലില്ലാത്ത മക്കയിൽ നിൽക്കാൻ പൊറുതിമുട്ടി. സുഹൈബ് റളിയല്ലാഹു അൻഹു കയ്യിൽ കിട്ടിയ സമ്പാദ്യമെല്ലാം ഒരുമിച്ചു കൂട്ടി തന്റെ വാഹനപ്പുറത്ത് കയറ്റി വെച്ചു. മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു.
മക്കയുടെ അതിർത്തി പ്രദേശത്തെത്തിയപ്പോൾ ഖുറൈശികൾ തടഞ്ഞു. സുഹൈബെ, നീ മക്കയിൽ റോമിൽ നിന്നു വന്നവനാ, എന്നിട്ട് ഒരുപാട് സമ്പാദ്യം നീ മക്കയിൽ നിന്നുണ്ടാക്കിയവനാണ്. ഈ സമ്പാദ്യവുമായിട്ട് മദീനത്തേക്ക് കടന്നു കളയാമെന്ന് സുഹൈബെ നീ വിചാരിക്കേണ്ടതില്ല. നിന്നെ വിടൂല. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു അവരെ തടഞ്ഞു വെച്ച ഖുറൈശികളോട്, ശത്രുക്കളോട് പറഞ്ഞു, ശത്രുക്കളെ, മക്കക്കാരെ, നിങ്ങൾക്ക് സുഹൈബ് മക്കയിൽ വന്ന് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണോ നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾ എൻ്റെ സമ്പത്ത് എടുത്തുകൊള്ളുക. എൻ്റെ ഹബീബ് അങ്ങ് മദീനയിലുണ്ട്. എനിക്ക് എൻ്റെ ഹബീബിനേക്ക് ചെന്നണയണം. എൻ്റെ ഹബീബിനെ എനിക്ക് കാണണം, എന്നെ അനുവദിക്കണം. ഞാൻ ഉണ്ടാക്കിയ മക്കയിൽ വന്ന് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മക്കക്കാരെ നിങ്ങൾ എടുക്കുക. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു താൻ ഒരാഴ്ചക്കാലം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും അവരുടെ കൈകളിലേക്ക് നൽകിക്കൊണ്ട് വെറും കൈയോടെ മദീനയെ ലക്ഷ്യമാക്കി യാത്രയായി. ഖുബൈലാണ് അള്ളാഹുവിന്റെ റസൂൽ ഉള്ളത് എന്നറിഞ്ഞ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഖുബൈലെത്തി. അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് ആ സ്വഹാബി വര്യൻ കടന്നു ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞു സുഹൈബിനോട്, റബിഹൽ ബൈഉ സുഹൈബേ, നീ എന്ത് നല്ല കച്ചവടമാണ് സുഹൈബേ നടത്തിയത്. അള്ളാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ അറിയിച്ചു മക്കയുടെ അതിർത്തിയിൽ നടന്ന സംഭവം. സുഹൈബേ, നീ നടത്തിയ കച്ചവടം എന്ത് ലാഭകരം സുഹൈബ്. അതെ, സുഹൈബ് റളിയല്ലാഹു അൻഹു അറിയാം, ഈ ദുനിയാവിലെ ചരക്കും താൽക്കാലികമാണ്. എൻ്റെ ഹബീബ് പഠിപ്പിച്ച ദീനുമാണ് എന്നും നിലനിൽക്കുന്നതും ആഖിറമാണ് എല്ലാ വിജയത്തിനും നിദാനമെന്ന് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന് അറിയാം. ബദറിന്റെ പോർക്കളത്തിലേക്ക് സഹാബാക്കൾ ഇറങ്ങി. മുഴുപട്ടിണിയായ സഹാബാക്കൾ, അരപ്പട്ടിണിയായ സഹാബാക്കൾ, ഒന്നും തിന്നവരില്ല. എന്തെങ്കിലും കിട്ടിയത് തിന്നവർ, പൊട്ടിയ വാളുള്ളവർ, അണിയാൻ പടച്ചട്ടയില്ലാത്തവർ. ബദറിന്റെ യുദ്ധം നിർണായകമാണ്. ശത്രുക്കൾ സർവസജ്ജരാണ്. ബോധ്യമുണ്ട് ആ സഹാബാക്കൾക്ക്. അവരിറങ്ങി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, നമുക്ക് എന്ത് ലഭിക്കും നബിയെ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, വലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ചരിത്രത്തിൽ കാണാം, തിന്നുകൊണ്ടിരുന്ന ഈത്തപ്പഴം അത് വലിച്ചെറിഞ്ഞ് പടക്കളത്തിലേക്ക് ഇറങ്ങിയ സഹാബാക്കൾ. അവർക്കറിയാം ദുനിയാവ് നശ്വരമാണ്, ഇന്നല്ലെങ്കിൽ നാളെ തീരാനുള്ള, നശിക്കാനുള്ള ദുനിയാവ് അവരവരുടെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഖിറത്തിലേക്ക് വേണ്ടി പണിയെടുക്കാൻ അവർക്ക് എളുപ്പമുണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിണങ്ങി ചെലവിന് അധികം ചോദിച്ചു. നബിയെ, നമുക്ക് ചെലവ് തേയുന്നില്ല. ഭാര്യമാര് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിനോട് ചെലവിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിണങ്ങിയിട്ട് പോയി. അല്ലെ, ചരിത്രം നമുക്കറിയാം. 29 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ആയിഷ ആയത്തിറങ്ങി സൂറത്തു തഹരീമിൽ, ദുനിയാവാണ് അവർക്ക് വേണ്ടതെങ്കിൽ നബിയെ, നബിക്ക് വേറെ ഭാര്യമാരെ കിട്ടുമെന്ന് അവരോട് പറ. എല്ലാ ആഖിറമാണ് അവർക്ക് വേണ്ടത് എങ്കിൽ കൂടെ നിൽക്കാൻ പറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹുവിനെ ആയത്ത് ഓതി കേൾപ്പിച്ചു. ആയിഷ, ഖുർആനിൽ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആയിഷ, ഇതാണ് ആയത്ത്. ദുനിയാവാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ദുനിയാവിലെ സമൃദ്ധിയായ വിഭവമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആയിഷ, നിങ്ങൾക്കത് ലഭിക്കും. അതല്ല ആഖിറമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ അത് ആഗ്രഹിക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമുക്ക് ആഖിറം മതി. അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഈ ദുനിയാവ് താൽക്കാലികമാണ്, ആഖിറമാണ് എൻ്റെ കാലാകാലത്തെ ജീവിത വിജയമെന്ന്. അതിനുവേണ്ടി അവർ പണിയെടുത്തു. ഓരോ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്തെങ്കിലും പറഞ്ഞതാ നബിയെ, ഞാൻ അത് മുറുകെ പിടിച്ചോളാം. ഒരു സഹാബി വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, എനിക്കൊരു കാര്യം പറഞ്ഞതാ, ഞാൻ അത് മുറുകെ പിടിക്കാം. എങ്ങനെ? എനിക്കൊരു കാര്യം പറഞ്ഞു തന്നാൽ ഞാൻ അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം. അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് പറഞ്ഞതാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിന്റെ നാവ് എപ്പോഴും ദിക്റിലായിട്ട് നനഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, അള്ളാഹുവിന്റെ സ്മരണയിലായിട്ട്,
സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ട്, ദിക്റുകൾ പറഞ്ഞുകൊണ്ട് നിന്റെ നാവെപ്പോഴും നനയട്ടെ. റത്ബം മിൻ ദിക്രില്ലാ, അള്ളാന്റെ ദിക്ർ സ്മരണയിലായിട്ട് നിന്റെ നാവ് നനഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. സംതൃപ്തി അടഞ്ഞു ആ സഹാബി തിരിച്ചുപോയി. ഒരു വ്യക്തി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അഫ്ളൽ, ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് നബിയെ? സഹാബാക്കൾക്ക് ഇതാണ് അറിയേണ്ടത്. അവർക്ക് ദുനിയാവിനെ കുറിച്ച് അറിയണ്ട, അവർക്ക് മറ്റെന്തിനെ കുറിച്ച് അറിയണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്നിട്ട് നബിയെ, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വ്യക്തി ആരാണ് നബി? എന്തിനാണ് ആ ചോദ്യം? നല്ല വ്യക്തിയാവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിക്ക് പറഞ്ഞു കൊടുത്തു, ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു, കുല്ലു മഖ്മൂമിൽ ഖൽബ് വസദൂഖുൽ ലിസാൻ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. കുല്ലു മഖ്മൂമിൽ ഖൽബ്, എല്ലാ മഖ്മൂമുൽ ഖൽബുമുള്ള വ്യക്തിയും, എല്ലാ മഖ്മൂമുൽ ഖൽബും, വസദൂഖുൽ ലിസാൻ. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലായി, അതായത് സത്യം മാത്രം പറയുന്ന നാവുള്ള വ്യക്തി. ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടിയിൽ ഒന്ന്, സത്യം മാത്രം പറയുക. ആരെയും ആ നാവ് കൊണ്ട് ചതിക്കില്ല, ആരെയും ആ നാവ് കൊണ്ട് കളവ് പറഞ്ഞു പറ്റിക്കില്ല, ആരെയും ആ നാവ് കൊണ്ട് വേദനിപ്പിക്കില്ല. അങ്ങനെ സത്യസന്ധമായ നാവുള്ള വ്യക്തി കളവ് പറയില്ല, ഇല്ലാത്തത് പറയില്ല. സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അറഫ്നാ സദൂഖുൽ ലിസാൻ, സദൂഖുൽ ലിസാൻ എന്താണെന്ന് മനസ്സിലായി. ഫമാ മഖ്മൂമുൽ ഖൽബ്, നബിയെ മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞത് എന്താണ്? നമുക്ക് തിരിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്തു, ഹിയ തഖിയ്യുൻ നഖിയ് ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ. അതൊരു ഹൃദയമാണ്, അതൊരു ഹൃദയത്തിന്റെ ഉടമയാണ്. എന്താണ് ആ ഹൃദയത്തിന്റെ പ്രത്യേകത? ലാ ഇസ്മ ഫീഹ്, ആ ഹൃദയത്തിൽ പാപക്കറകളില്ല, ആ ഹൃദയത്തിൽ പാപക്കറകളില്ല. പാപക്കറകളില്ലാത്ത ഹൃദയം. നഖി, തഖിയ്യുൻ നഖി, ശുദ്ധമായ, പരിശുദ്ധമായ, സംശുദ്ധമായ ഹൃദയം. പാപങ്ങൾ ചെയ്യാത്ത, പാപത്തിന്റെ കറ പുരളാത്ത ഹൃദയം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ കറകൾ ഉണ്ടാകും, കറകൾ ഉണ്ടാകും. സൗദാ, കറുത്ത കറകൾ, കറുത്ത കറകൾ ഉണ്ടാകും. അവൻ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ, അവൻ തൗബ ചെയ്യുമ്പോൾ ആ കറകൾ നീങ്ങി നീങ്ങിപ്പോകും. അപ്പൊ പരിശുദ്ധമായ ഹൃദയമുള്ള വ്യക്തി. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു, ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ. മാത്രമല്ല, ആ ഹൃദയത്തിൽ ആരോടും പകയില്ല, ആ ഹൃദയത്തിൽ ആരോടും ദേഷ്യമില്ല, ആ ഹൃദയത്തിൽ ആരോടും അസൂയയില്ല, ആരോടും വിദ്വേഷമില്ല. അങ്ങനെയുള്ള ഹൃദയമുള്ള വ്യക്തി, അങ്ങനെയുള്ള ഹൃദയമുള്ള വ്യക്തി അവനാണ് മഖ്മൂമുൽ ഖൽബ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ അവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, സഹാബാക്കൾ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഓരോന്ന് ചോദിച്ചു പഠിച്ചു. എന്തിനാണ്? അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യാത്രക്ക് വേണ്ടി ഒരുങ്ങാൻ, യഥാർത്ഥമായ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ. അള്ളാഹിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കവിടെ സമർപ്പിക്കാൻ അമലുകൾ വേണം. റജബിലാണ് നമ്മൾ ഉള്ളത്, അടുത്തത് ശഅബാനാണ്. പരിശുദ്ധമായ റമദാനിനെ കാത്തിരിക്കുകയാണ് നമ്മൾ. അമലുകൾ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ റെഡിയാവുക. നമ്മൾ ആഖിറം ധന്യമാവണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ആഖിറം ധന്യമാകണം. നാളെ നന്മതിന്മകളുടെ കിതാബുകൾ അള്ളാഹു നൽകും, നന്മതിന്മകളുടെ കിതാബുകൾ അള്ളാഹു നൽകും. ആ സമയത്തെ അള്ളാഹു, ആ രംഗത്തെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഹാഖയിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ, ഭൂമിയിൽ നന്മകൾ ചെയ്തവർ, റജബിനെ അതിന്റെ മഹത്വം മനസ്സിലാക്കി അമലുകൾ ഒരുപാട് ചെയ്തവർ, റമദാനിലേക്ക് ഉള്ള ഒരുക്കം എന്ന രൂപത്തിൽ അമലുകൾ വർദ്ധിപ്പിച്ചു തുടങ്ങിയവർ. റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു അമൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. സാന്ദർഭികമായിട്ട് ഉണർത്തേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകമായ ഒരു അമൽ റജബ് മാസത്തിലില്ല. പ്രത്യേകമായൊരു നോമ്പ്, പ്രത്യേകമായൊരു നിസ്കാരം, പ്രത്യേകമായൊരു പ്രാർത്ഥന എന്ന രൂപത്തിൽ റജബിലില്ല. റജബ്
മഹത്വമുള്ള പരിശുദ്ധമായ മാസങ്ങളിൽപ്പെട്ടൊരു മാസമാണ്. എന്നാൽ റമദാനിന്റെ മുന്നോടിയായി അമലുകൾ വർദ്ധിപ്പിക്കേണ്ട മാസത്തിൽപ്പെട്ട മാസമാണ് റജബ്. ആ രൂപത്തിൽ അമലുകൾ ചെയ്ത നാളെ ആഖിറത്തിൽ വലത് കൈയിൽ കൃന്തം നൽകപ്പെടുന്ന ആളുകൾ. അള്ളാഹു പറയാണ്, ഫയഖൂലു ഹാഉമു ഖ്റഊ കിതാബിയ ഫയഖൂലു ഹാഉമു ഖ്റഊ കിതാബിയ. അവർ നാളെ ആഖിറത്തിൽ ഓടി നടക്കും, നോക്കെന്റെ കിതാബ്. ഭൂമിയിൽ അവൻ നല്ല രൂപത്തിൽ ജീവിച്ചു, അവന്റെ വലത് കൈയിൽ അവന്റെ നന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് അവന്റെ കയ്യിൽ കൊടുത്തപ്പോ അവൻ ഓടി നടക്കുമെന്ന് ഖുർആൻ. ഹാഉമു ഖ്റഊ കിതാബിയ, വായിച്ചു നോക്കെന്റെ കിതാബ്, നോക്ക്, വായിക്ക്. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, അള്ളാന്റെ മുമ്പിൽ ഞാൻ വരുമെന്നും ഒരു ഹിസാബിന്, ഒരു വിചാരണയെ നേരിടേണ്ടി വരുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്കൊരു ഹിസാബ് ഉണ്ടെന്നൊരു വിചാരണയുണ്ടെന്ന് എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു. ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അല്ലാഹ് പറയാണ്, അവൻ തൃപ്തമായ ജീവിതത്തിലായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, ഉയർന്ന സ്വർഗത്തിലായിരിക്കും. ഖുതൂഫുഹാ ദാനിയ, ആ സ്വർഗത്തിന്റെ ചില്ലകൾ അവനിലേക്ക് താഴ്ന്ന് ചാഞ്ഞ് വരുന്നതായിരിക്കും. കുലൂ വഷ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, അവനോട് നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ അവനോട് പറയും, നീ ഇഷ്ടമുള്ളത് തിന്നുകയും കുടിക്കുകയും ചെയ്തോ. എന്തിനാണെന്ന് അറിയുമോ? ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞകാല ജീവിതത്തിൽ നീ അധ്വാനിച്ചതിന് പകരമായിട്ട്, നീ ഉണ്ടാക്കിയതിന് പകരമായിട്ട് തിന്ന് കുടിച്ച് ആർമാദിച്ച് സുഖിച്ച് നീ ജീവിച്ചോ എന്ന് സ്വർഗത്തിൽ അവനോട് പറയപ്പെടും. എന്നാൽ ചില ആളുകളുണ്ട്, ദുനിയാവിന്റെ രസങ്ങളിൽ മുഴുകി ജീവിച്ചവർ, ദുനിയാവിലെ ആഡംബരങ്ങളിൽ മുഴുകി ജീവിച്ചവർ, ദുനിയാവിന്റെ താൽക്കാലികമായ രസങ്ങളെ, അതിനെ കൊതിച്ചവർ, അതിനുവേണ്ടി ജീവിച്ചവർ, ഹറാം ഹലാലുകളെ പരിഗണിക്കാത്തവർ, മരണമെന്ന ചിന്തയെ ഇല്ലാതാക്കി ജീവിച്ചവർ, പരലോകമെന്ന യാഥാർത്ഥ്യത്തെ മറന്ന് ജീവിച്ചവർ, അവരുടെ ഇടത് കൈയിൽ അല്ലാഹു ഗ്രന്ഥം നൽകും. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി, ഇടത് കൈയിൽ അല്ലാഹു ഗ്രന്ഥം നൽകും. ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, യാ ലൈതനി ലം ഊത കിതാബിയ, അവിടുന്ന് പറയും, എൻ്റെ കയ്യിൽ ഗ്രന്ഥം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, ഈ കിതാബ് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായനെ, എത്ര നന്നായി, ഇതെനിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എത്ര നന്നായി. യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ, ഇങ്ങനൊരു വിചാരണയെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലെങ്കിൽ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലെങ്കിൽ എത്ര നന്നായനെ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ആ മരണത്തോടുകൂടി എല്ലാം അങ്ങ് തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായനെ. മനുഷ്യൻ നാളെ ആഖിറത്തിൽ പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. യാ ലൈതഹാ ലം ഊത കിതാബ് വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ, എൻ്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെടാതെ പോയല്ലോ, എൻ്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെടാതെ പോയല്ലോ. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് മനുഷ്യൻ നാൾ ആഖിറത്തിൽ വിലപിക്കുന്ന രംഗം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിന്റെ മുന്നോടിയായിക്കൊണ്ട് നാം ഹൃദയത്തെ ശുദ്ധമാക്കുക, അമലുകൾ ചെയ്യാൻ നാം തയ്യാറാവുക, റെഡിയാവുക, അമലുകളെ കുറിച്ച് പഠിക്കുക, ദിക്റുകൾ പഠിക്കുക, ദുആകൾ പഠിക്കുക. റമദാനിൽ ദുആ ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷെ ദുആ ചെയ്യാൻ അറിയില്ല. ഖുർആൻ ഓതാൻ ആഗ്രഹമുണ്ട്, ഖുർആൻ ഓതാൻ അറിയില്ല. എന്ത് ചെയ്യണം? പഠിക്കണം, ഇപ്പോഴേ പഠിക്കണം. റമദാനിന് വേണ്ടി ഇപ്പോഴേ ഒരുങ്ങണം, അമലുകൾ ചെയ്യാൻ ഇപ്പോഴേ റെഡിയാവണം, നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു നമുക്ക് റമദാനിൽ എത്താനും ആ റമദാനിനെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും നാളെ ആഖിറത്തിൽ റമദാൻ കൊണ്ട് വിജയിച്ചവരിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് വരും ആഴ്ചകളിൽ അറിയിക്കും. ഇനിയും ക്ലാസുകൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ ഞായറാഴ്ചകൾ, ഇതേപോലുള്ള സമയങ്ങളിൽ ഇൻഷാ അള്ളാഹ് പങ്കെടുക്കാൻ, ഇൽമ പഠിക്കാൻ, ഇൽമ കേൾക്കാൻ സന്നദ്ധരാവുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.